ഹലോ. അപ്പോൾ ഞാൻ ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നേരെ ഡൽമ എന്ന് പറയുന്ന മാളിലോട്ടാണ് കേട്ടോ. അബുദാബിയിലുള്ള അത്യാവശ്യം വലിയൊരു മാളാണ് ഡൽമ മാള്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഓണത്തിൻ്റെ സമയമൊക്കെ ആകുമ്പോഴേക്കും നാട്ടിലേക്ക് പോവുകയാണെന്നുള്ളത്. അടുത്ത മാസമാണ് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എല്ലാ ആഴ്ചയും ഞങ്ങളിങ്ങനെ നാട്ടിലോട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുകയും പാക്കിങ്ങും പരിപാടിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു ദിവസം ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഇറങ്ങാമെന്ന് ഓർത്തു. അപ്പോൾ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് അമേരിക്കൻ ഈഗിളിലോട്ടാണ് കേട്ടോ. ഇവിടെ സത്യം പറഞ്ഞാൽ ലേഡീസിൻ്റെ സെക്ഷനിൽ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. ജെൻസിനാണെങ്കിലും നല്ല ടീഷർട്ടും ഷർട്ടും ഡെനിംസും ഒക്കെ കാണും. പക്ഷേ ഇന്ന് ഞാൻ ചെന്നപ്പം ലേഡീസിൻ്റെ സെക്ഷനിൽ ജീൻസിന് 50 ദിറംസേ ഉള്ളായിരുന്നു കേട്ടോ. ഓഫറായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു നല്ല ഡെനിംസ് ആയിരിക്കുമല്ലോ ഇവരുടെ. അപ്പോൾ ഞാൻ ജീൻസ് എനിക്ക് ഇഷ്ടപ്പെട്ട് പറഞ്ഞ് എടുത്തു കേട്ടോ. വേറെ ഒന്നും തന്നെ അത്യാവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നേരെ പോയിട്ടുണ്ടായിരുന്നത് മാക്സിലോട്ടാണ്. ഇവിടുത്തെ മാക്സിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അതായത് അഫോർഡബിൾ ആണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഡ്രസ്സ് വാങ്ങാറുള്ളത് മാക്സിൽ നിന്ന് തന്നെയാണ് കേട്ടോ. ഞങ്ങളുടെ ഓഫീസിൻ്റെ അടുത്തൊരു മാളുണ്ട്, അവിടെ ഒരു മാക്സ് ഉണ്ട്. പക്ഷെ അത് ചെറുതാണ്. പക്ഷേ ഇവിടെ ഡൽമ എന്ന് പറയുന്ന മാളിലുള്ള മാക്സ് നല്ല വലുതാണ് കേട്ടോ. അവിടെ ഒത്തിരി കളക്ഷൻസും ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ട്രയൽ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു റാണി പിങ്ക് കളറിലുള്ളൊരു 1 പീസ് ഡ്രസ്സായിരുന്നു. ഒരു ടീഷർട്ട് ഡ്രസ്സായിരുന്നു കേട്ടോ. എനിക്കത് ഒരുപാട് ഇഷ്ടമായി. 50 ദിറംസ് ആയിരുന്നു അതിൻ്റെ പ്രൈസ്. പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു പച്ച കളറിലുള്ള ഈ ഒരു ടോപ്പാണ് കേട്ടോ. ജീൻസിനൊക്കെ ഇടാൻ പറ്റുന്ന 25 ദിറംസ് ആയിരുന്നു. അതൊരു ഓഫർ പ്രൈസ് ആയിരുന്നു. പിന്നെ ഞാൻ അഗെയിൻ ഒരു ഡ്രസ്സാണ് ഇട്ട് നോക്കുന്നത്. ഈ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കളറിലുള്ള ഡ്രസ്സ്. ഇതിൻ്റെ പ്രൈസ് 85 ദിറംസ് ആയിരുന്നു. പക്ഷേ ആ പ്രൈസിനുള്ള ഒരു ലുക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കുറച്ചിങ്ങനെ ഇങ്ങനെ എറിച്ച് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി കേട്ടോ. അതുകൊണ്ട് ഞാൻ ചിലപ്പോഴേ അത് എടുക്കുകയുള്ളൂ. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ ഇറങ്ങി. ഞാൻ മിനിസോലൊക്കെ പോയി ഒന്നും വാങ്ങിക്കാതെ തിരിച്ചിറങ്ങി. പിന്നെ നേരെ പോകുന്ന റെഡ് ടാഗ് എന്ന് പറഞ്ഞ കടയിലോട്ടാണ് കേട്ടോ. റെഡ് ടാഗും അത്യാവശ്യം അഫോർഡബിൾ ആയിട്ട് എപ്പോഴും സാധനങ്ങൾ കിട്ടുന്ന ഒരു കടയാണ്. ഇവിടെ ആക്ച്വലി 10-15-20 ദിറംസ് എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ഓഫർ കാണാറുണ്ട് കേട്ടോ. നല്ല സാധനങ്ങളുമായിരിക്കും, കുഴപ്പമില്ലാത്ത സാധനങ്ങളായിരിക്കും. ഞാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് വീണ്ടും തപ്പി നടക്കുകയാണ്. കുറച്ചൊക്കെ ഞാൻ ട്രയൽ ചെയ്ത് നോക്കി. അങ്ങനെ ഞങ്ങൾ റെഡ് ടാഗിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടെ എനിക്ക് അധികം ഒന്നും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഞങ്ങൾ നേരെ ഇവിടെ നിന്ന് പോവാണ് കേട്ടോ. ഞങ്ങൾ അത്യാവശ്യം മടുത്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോഴേക്കും നല്ലപോലെ കംഫർട്ടബിൾ ആയിട്ടുള്ള ചെരുപ്പൊക്കെ ഇട്ടിട്ട് വേണം കേട്ടോ പോകാനായിട്ട്. എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും ഞാൻ ഇന്നൊരു മണ്ടത്തരം കാണിച്ചു. ഞാനിങ്ങനെ ഈ കെട്ടൊക്കെ ഉള്ള ഒരു സൈസ് ചെരുപ്പിട്ടിട്ടാണ് പോയത്. എൻ്റെ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ളത്. അത് ഇട്ടത് കൊണ്ട് തന്നെ നടക്കുമ്പോഴും വേദനയുണ്ടായിരുന്നു. പിന്നെ ഓരോ ഡ്രസ്സ് ഇടുമ്പോഴും എനിക്ക് ഈ ചെരുപ്പ് ഊരേണ്ടതായിട്ടും തിരിച്ച് കെട്ടി വെക്കേണ്ടതായിട്ടും ഒക്കെ നല്ല പാടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം മടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഇതേ തിരിച്ച് റൂമിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളായിരുന്നു എൻ്റെ ഇന്നത്തെ വീഡിയോ. എൻ്റെ ഈ ചാനൽ കാണുന്നവരൊക്കെ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ പുതിയതായിട്ട് വീഡിയോസൊക്കെ ഇട്ടിങ്ങനെ പയ്യെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു.